സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ നിസ്തുലമായ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ മാസ് മീഡിയ ട്രസ്റ്റിന്റെ 6ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലെ പ്രതിഭകൾക്ക് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മാസ് മീഡിയ ട്രസ്റ്റിന്റെ ശില്പവും പ്രശംസാപത്രവും അടങ്ങുന്ന പുരസ്കാരങ്ങൾ സെപ്റ്റംബർ 30-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പുരസ്കാര ജേതാക്കൾക്ക് സമർപ്പിക്കും. കൊയിലാണ്ടി കീഴേരിയൂർ സ്വദേശിയായ യുവചിത്രകാരൻ ആർട്ടിസ്റ്റ് ഷിജു കോളിക്കണ്ടി മജ്ജയെ ബാധിക്കുന്ന PNH എന്ന അപൂർവ രോഗം ബാധിച്ച് വെല്ലൂരിലെ CMC ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ചെറുപ്രായത്തിൽ തന്നെ ചിത്രകലാരംഗത്ത് ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ ചിത്രകാരനായ ഷിജു ജില്ലക്കകത്തും പുറത്തും നൂറുകണക്കിന് കുട്ടികളെ ചിത്രകല അഭ്യസിപ്പിക്കുന്നുണ്ട്. ഷിജുവിന്റെ ഒരു ഇരട്ട സഹോദരനുണ്ട്, ഷൈജുവിന്റെ മജ്ജ അദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറാണ്. ഷൈജുവിന്റെ മജ്ജയാണ് കൈമാറുന്നത്. പക്ഷേ എന്നാൽ പോലും ചികിത്സാ ചെലവും സർജറി ചെലവും ഒക്കെ അടക്കം 40 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്ന വലിയൊരു ചികിത്സ ആവശ്യമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിനപ്പുറത്താണ്. ആ സാഹചര്യത്തിലാണ് നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ഒരു ചികിത്സാ സമിതി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കീഴരിയൂര് പോലുള്ള ഒരു ഗ്രാമത്തിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ഒരു സംഖ്യയാണ് സ്വരൂപിക്കാനുള്ളത്. അതുകൊണ്ട് അതിന് പുറത്തേക്ക് പ്രത്യേകിച്ചും ഷിജുവിന്റെ സുഹൃത്തുക്കളായ ധാരാളം ചിത്രകാരന്മാര്, മറ്റ് ആർട്ടിസ്റ്റുകൾ ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ സഹായത്തോടു കൂടി കൊയിലാണ്ടിക്ക് പുറത്തുള്ള ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ലൈവ് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ ഫണ്ട് ഇപ്പോൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്നത്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി 40 ലക്ഷം രൂപ ചെലവ് വരും. ഇത്രയും വലിയ തുക ഷിജുവിന്റെ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതല്ല. നാട്ടുകാർ ഷിജു ചികിത്സാ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ചികിത്സാ ഫണ്ട് ശേഖരണം ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് 2-ന് ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിലെ വേദിയിൽ ലൈവ് പെയിന്റിംഗ് ആൻഡ് മ്യൂസിക് പരിപാടിയും ഷിജു വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിക്കുകയാണെന്ന് ആർട്ടിസ്റ്റ് ഷിജു സഹായ സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. PSC പരീക്ഷാ ക്രമക്കേടിൽ രാഷ്ട്രീയ ഇടപെടൽ സംശയിച്ച് SIT ഇടതു സംഘടനാ നേതാക്കളുടെ നിയമനത്തിലാണ് സംശയം ശക്തമാകുന്നത്. 1ാം റാങ്കുകാരൻ അരുൺ J പ്രതാപിനാണ് നിയമനം ലഭിച്ചത്. അരുൺ J പ്രതാപിനെ കുഴക്കിയ ചോദ്യങ്ങൾ ഒഴിവാക്കുകയായിരുന്നു മൂല്യനിർണ്ണയത്തിൽ. ഇടതു സംഘടനാ പ്രവർത്തകനാണ് അരുൺ J പ്രതാപ്. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി നേതാവ് M ഗീതാനന്ദൻ കുറ്റവിമുക്തൻ. കൊലപാതക കേസിലാണ് ഗീതാനന്ദനെ കുറ്റവിമുക്തനാക്കിയത്. 23 മുതൽ 57 വരെ പ്രതികൾ നിരപരാധികളാണെന്നും കോടതി നിരീക്ഷിച്ചു.